നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരം, അതിൽ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126 വർഷമാണ്. 4 യുഗങ്ങളാണല്ലോ ഒരു ചതുർയുഗ കാലത്തുള്ളത്. അതിലെ അവസാനത്തേതാണ് ഈ കലിയുഗം എന്ന് പറയുന്നത്. ആ കലിയുഗം തുടങ്ങിയിട്ട് 5126 വർഷമായി. ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വർഗസ്ഥനായ ദിവസം, സ്വർഗാരോഹണം ചെയ്ത ദിവസം മുതൽക്കാണ് കലി തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം മുതൽക്ക് കണക്കുകൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കലി ദിനസംഖ്യ 18,72,415 ദിവസമാണ്. ഇന്ന് മലയാള കലണ്ടർ അനുസരിച്ച് 1000 കൊല്ലവർഷം എന്നാണ് ഇതിന് പറയുക. കൊല്ലവർഷം കണക്ക് അനുസരിച്ച് 1200 ആണ്ട് കർക്കിടക മാസം 8-ാം തീയതിയാണ്. ശകവർഷ കണക്കനുസരിച്ച് 1947 ശ്രാവണ മാസം 2-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ജൂലൈ മാസം 24-ാം തീയതിയാണ്. ഇപ്പോൾ കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ അമാവാസി തിഥിയാണ് ഇന്ന് കരണം വരുന്നത് നാൽക്കാലി കരണമാണ്. നിത്യയോഗം ഘർഷണനാമ നിത്യയോഗമാണ്. നാൾ പുണർദമാണ്. ഞാറ്റുവേല പൂയം ഞാറ്റുവേല തന്നെയാണ്. ദിവസം വ്യാഴം. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:16:30 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:44:21 അസ്തമയം സംഭവിക്കുന്നു. ഇന്ന് ദിനമാനം വരുന്നത് 12 മണിക്കൂർ 27 മിനിറ്റ് 51 മധ്യകേരളത്തിലെ ഉദയാസ്തമയങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ഉദയാസ്തമയങ്ങളും ദിനമാനവും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഏതാനും കുറച്ച് സെക്കൻഡുകളുടെയും ഒക്കെ വ്യത്യാസം കേരളത്തിൽ തന്നെ തെക്കോട്ടും വടക്കോട്ടും മാറുന്തോറും നമുക്ക് ഉണ്ടാവുന്നതാണ്. ഇന്ന് രാഹുകാലം സംഭവിക്കുന്നത് ഉച്ചയ്ക്ക് 12:30 മുതൽക്ക് 2:03 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് രാവിലെ 10:56 മുതൽക്ക് 12:30 വരെയാണ്. യമകണ്ഠകകാലം വരുന്നത് രാവിലെ 7:49 മുതൽക്ക് 9:23 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും രാഹു, ഗുളിക, യമകണ്ഠക കാലങ്ങൾ ശുഭകാര്യങ്ങൾക്ക് പൊതുവെ വർജ്യമായിട്ടാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അഭിജിത് മുഹൂർത്തം വരുന്നത് 12:06 തുടങ്ങി 12:54 വരെയാണ്. ഇതിൻ്റെ മധ്യഭാഗത്ത് 4 മിനിറ്റ് ഒഴിച്ച് വർജിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ 12:06 തുടങ്ങി 12:28 വരെയും തുടർന്ന് 12:32 മുതൽക്ക് 12:54 വരെയുള്ള സമയത്താണ് അഭിജിത് മുഹൂർത്തം വരുന്നത്. മറ്റ് മുഹൂർത്തങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ദിവസങ്ങളിൽ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ള കർമ്മങ്ങൾക്ക്, ശുഭകർമ്മങ്ങൾക്ക് ഈ അഭിജിത് മുഹൂർത്തം ഒരു മുഹൂർത്തമായിട്ട് എടുക്കാറുണ്ട്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് വൃശ്ചിക കൂറുകാർക്കാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറ് എന്ന് പറയുന്നത്. ഈ നക്ഷത്രക്കാരുടെ 8-ാം ഭാവത്തിൽ, വൃശ്ചികം മുതൽക്ക് 8-ാം ഭാവത്തിലാണ് ഇന്ന് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ദിവസമല്ല. പുതിയ സംരംഭങ്ങൾക്കോ പുതിയ പ്രധാനപ്പെട്ട യാത്രകൾക്കോ ശുഭകർമ്മങ്ങൾക്ക് തുടക്കമിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഈ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ ഒഴിവാക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് പുണർദമാണ്. പുണർദം നക്ഷത്രത്തിന് പൗഷ്ടിക കർമ്മങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ദിവസമാണ്. പൊതുവെ ശുഭനക്ഷത്രമാണ് പുണർദം. ദേവനക്ഷത്രമാണ്. പൗഷ്ടിക കർമ്മങ്ങൾ, അതുപോലെ ശാന്തി കർമ്മങ്ങൾ, യാത്ര, ആഭരണം വാങ്ങിക്കുക, ആഭരണം അണിയുക, വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, പുതിയ ജോലി തുടങ്ങുക, വാസ്തു സംബന്ധമായ ജോലി തുടങ്ങുക, അതുപോലെ വിദ്യാരംഭം, പുതിയ വാഹനം വാങ്ങിക്കുക, കൃഷി, അതുപോലെ വ്രതം ആരംഭിക്കുക, ഇങ്ങനെയുള്ള എല്ലാ മംഗളകർമ്മങ്ങൾക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് കർക്കിടക മാസത്തിലെ കറുത്തവാവാണ്. ഇന്നേ ദിവസം പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് വരുന്നതായിട്ടുള്ള കർക്കിടക രാശിയിലെ കറുത്തവാവിൻ്റെ ദിവസമാകയാൽ ആണ് ഇന്നത്തെ ഈ പിതൃക്കൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് സ്വന്തം പിതൃക്കൾ എന്ന് മാത്രമല്ല, ഏതെല്ലാം തരത്തിലുള്ള മനുകുല സംഭവേഭ്യോ നമഃ എന്ന് പറഞ്ഞാണ് ഇന്ന് നമ്മൾ പിതൃബലിയൊക്കെ ഇടാറുള്ളത്. മനുകുലത്തിൽ സംഭവിച്ചിട്ടുള്ള സകലമാന പിതൃക്കൾക്ക് വേണ്ടിയിട്ടും ഇന്ന് ശ്രാദ്ധം അനുഷ്ഠിക്കാറുണ്ട്. ഇന്നത്തെ ബഹുദ്ദിഷ്ട ശ്രാദ്ധം എന്നാണ് ഇതിന് പറയുക. എല്ലാവരും ഇന്നേ ദിവസം മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയിട്ട് പിണ്ടസമർപ്പണം ചെയ്യണം. പിതൃക്കൾക്ക് അനുഗ്രഹം
തേടേണ്ട ദിവസമാണ്. ഇന്ന് കർക്കിടകം 8-ാം തീയതിയാണ്. രാമായണ മാസം തുടങ്ങി 8ാമത്തെ ദിവസമാണ്. അതാത് ദിവസങ്ങളിൽ പാരായണം ചെയ്യേണ്ട രാമായണ ഭാഗങ്ങൾ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അത് വേണ്ട രീതിയിൽ ചെയ്ത് എല്ലാവർക്കും ശുഭം പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. ശ്രീരാമചന്ദ്രൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.